കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാർക്കെതിരെ സസ്പെൻഷന് ശുപാർശ. തൃശൂർ റേഞ്ച് DIGയുടെ റിപ്പോർട്ട് നൽകി ഉത്തരമേഖല IG-ക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, പോലീസ് ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയിരുന്നു. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ സസ്പെൻഷൻ ചെയ്യാനുള്ള ഒരു ശുപാർശ നിലവിൽ വന്നിരിക്കുന്നത്? എന്താണ് ഈ റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു കൂടുതൽ നടപടി വേണമെന്നുള്ള ഒരു ആവശ്യം ശക്തമായിരുന്നത്. ഇതിനെ തുടർന്നാണ് സംസ്ഥാന പോലീസ് മേധാവി വിശദമായ റിപ്പോർട്ട് നൽകാൻ വേണ്ടി പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത്. തൃശൂർ റേഞ്ച് DIG ആണ് ഇക്കാര്യം പരിശോധിച്ചത്. തുടർന്ന് റേഞ്ച് DIG ഹരിശങ്കർ ഉത്തരമേഖല IG രാജ്മാൽ വീണയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്ന രണ്ട് കാര്യങ്ങളോ ഒന്ന് ഇതാണ്. അത് ഈ പരാതി ലഭിച്ചിരിക്കുന്ന നിലവിൽ കേസുകളുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥരെയും ഇമ്മീഡിയറ്റ്ലി സസ്പെൻഡ് ചെയ്യാം. അത് മാത്രമല്ല, നേരത്തെ എടുത്തിരുന്ന നടപടി അച്ചടക്ക നടപടി അത് പുനഃപരിശോധിക്കാം എന്നുള്ള ഒരു കാര്യവും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഉത്തരമേഖല IG-ക്ക് ഹരിശങ്കർ നൽകിയിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇന്ന് വൈകിട്ടോടുകൂടി ഉത്തരമേഖല IG രാജ്മാൽ വീണ ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകും. അതിനുശേഷം തുടർ നടപടികളിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം സെപ്പറേറ്റ് തേടിയിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവർക്കെതിരെ നടപടിയുമായി പോയി കഴിഞ്ഞാൽ അത് കോടതിയിലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോ ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് പോലീസിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ആ നിയമോപദേശം കൂടി വിശദമായി പരിശോധിച്ച ശേഷമാവും അവർ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുക. എന്തായാലും നമ്മൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നത്, ഇവരെ പ്രധാനമായും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഈ നടപടി, നേരത്തെ സ്വീകരിച്ചിരിക്കുന്ന നടപടി അത് പുനഃപരിശോധിക്കാം എന്നുള്ള റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഇവരെ പ്രാഥമികമായിട്ട് നിലയിൽ സസ്പെൻഡ് ചെയ്യുക, പിന്നെ സർവീസിൽ നിന്ന് നീക്കം ചെയ്ത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാം എന്നുള്ളത് തന്നെയാണ് ഈ ഇതിൽ നിന്ന് വളരെ വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും വിശദമായി ഇനി നിയമോപദേശം കൂടി പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിന്റെ തുടർ നടപടികളിലേക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും ഈ ആരോപണം വന്നതിന് പിന്നാലെ, പരാതി വന്നതിന് പിന്നാലെ, കോടതി കേസെടുത്തതിന് പിന്നാലെ ഇവരുടെ ഭാഗത്ത് 4 പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇവരുടെ ഇൻക്രിമെന്റ് തടയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതായിരുന്നു ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല, ഇവരെ മറ്റു സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. അത് ഒരു നാമമാത്രമായിട്ടുള്ള ഒരു നടപടി മാത്രമായി പോയി എന്നുള്ളതാണ് നിലവിൽ ഇത് പരിശോധിച്ച തൃശൂർ റേഞ്ച് DIG വ്യക്തമാക്കിയിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് കടുത്ത നടപടി സ്വീകരിക്കാമെന്ന് റിപ്പോർട്ട് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങൾ അത് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും. അത് ടെർമിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അങ്ങനെ നീങ്ങുന്ന അത്തരം നടപടികളിലേക്ക് പോകുമോ അതോ ഈ സസ്പെൻഷൻ നടപടിയിൽ മാത്രമായി ഒതുങ്ങുമോ എന്നുള്ളതാണ് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ DGPക്ക് കൈമാറാൻ സാധ്യതയുണ്ടോ സിജോ? പ്രത്യേകിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ മർദ്ദന വിവരം തന്നെ പുറത്തു വരുന്നത്. അന്വേഷണ റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് സുജിത്ത് ഈ ദൃശ്യങ്ങൾ എത്രയും പുറത്തു വിടുകയും ചെയ്തത്. അപ്പോൾ ഉടനടി ഒരു നടപടിക്ക് സാധ്യതയില്ലേ? പ്രത്യേകിച്ച് പ്രതിപക്ഷമടക്കം ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലമാണ്. ഇന്നലെ VD സതീശൻ അതുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നുള്ളൊരു മുന്നറിയിപ്പ് വരെ നൽകിയൊരു പശ്ചാത്തലത്തിൽ ഈ കാലതാമസം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ നടപടിക്ക്? കാലതാമസം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഞാൻ അല്പസമയം മുമ്പ് സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖറുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ നിയമോപദേശം ലഭ്യമായോ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം ലഭ്യമായിട്ടില്ല. അത് ആ നിയമോപദേശം കൂടി ലഭ്യമായതിനു ശേഷം തുടർ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് വൈകുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വൈകത്തില്ല, ഉടൻ തന്നെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതൊരു പക്ഷേ ഇന്ന് വൈകിട്ടേക്കോ അല്ലെങ്കിൽ നാളെയോടുകൂടിയോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പോലീസ് സേനയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഇത്തരത്തിൽ ഒരു ഇൻക്രിമെന്റ് തടഞ്ഞു വെച്ച് എന്നുള്ളത് ഒരു നാമമാത്രമായ നടപടി എന്ന നിലയിലായി പോയി എന്നുള്ള ഒരു കാര്യമുണ്ട്. മാത്രമല്ല, കോൺഗ്രസും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ ഈ വിഷയം സജീവമായി നിലനിർത്തുകയും ചെയ്യുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്.